കുത്തിവയ്പ്പെടുത്ത സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് 1 വർഷത്തോളം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ആറന്മുള സ്വദേശി വത്സല രംഗത്ത്. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ലെന്ന് വത്സല പറയുന്നു. ഛർദിലുമായിട്ട് കോഴഞ്ചേരി ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് കിടന്നതാ. അന്ന് കിട്ടിയ ഇഞ്ചക്ഷനാ. അത് മരുന്ന് കല്ലിച്ച് കിടക്കുവാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഇത് കൊണ്ട് നടന്ന് മടുത്തിപ്പോൾ വേദന കൂടിയപ്പോഴാണ് ആശുപത്രി ചെന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിയാണെന്ന് കണ്ടത്. ഞാൻ ഇവിടെ തുണി തയ്ക്കാറൊന്നുമില്ല. എനിക്കിവിടെ കണ്ണും കാണത്തില്ല, സൂചിയും കോർക്കാൻ കണ്ണും കാണത്തില്ല. ഞാൻ തുണി തയ്ക്കാറുമില്ല. ഈ വീട്ടിൽ സൂചി നൂലൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് തുണി തയ്ക്കുന്ന സൂചി കയറുന്ന ഡോക്ടർമാർക്കറിയാമല്ലോ. കുത്തിവെച്ചപ്പോൾ ഞാൻ സൂചിയാണെന്ന് അവർ സമ്മതിച്ച് തരുമോ? ഇപ്പം പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്ത് പകുതി ഇനി അതിനകത്തിരിക്കുന്നു. അതിന് വേദന എനിക്ക് സഹിക്കാൻ വേദന ഞാൻ കിടക്കുക. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ആശുപത്രി അധികൃതരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? രേണുക, 1 വർഷം മുമ്പാണ് കുത്തിവയ്പ് എടുക്കാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ ആറന്മുള സ്വദേശിയായ വത്സല എത്തുന്നത്. അപ്പോൾ കുത്തിവയ്പ് എടുക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് ഈ സൂചി ഒടിഞ്ഞ് ശരീരത്ത് തന്നെ കയറുകയും ചെയ്തു. പിന്നീട് ഇത് വേദനയൊക്കെ തോന്നുകയും ഇടയ്ക്ക് പരിശോധനയൊക്കെ നടത്തുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും ഈ സൂചിയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് അടുത്തുള്ള പരിശോധനയാണ് സൂചിയാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ആ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി തന്നെ ഇത് സർജറി ചെയ്ത് പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷെ പൂർണ്ണമായി ഈ സൂചി സിറിഞ്ച് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. എടുത്ത സമയത്ത് തന്നെ ആശുപത്രി ഇപ്പൊ പറയുന്നത് അത് കുത്തിവയ്പ് എടുക്കുന്ന സിറിഞ്ച് തന്നെയാണ്. പക്ഷെ ആ സൂചി അത് എങ്ങനെ കുടുങ്ങി, അത് ഇവിടുന്ന് തന്നെ ആണോ എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും പൂർണ്ണമായി സൂചി നീക്കം ചെയ്തിട്ടുള്ള ഈ കുത്തിവയ്പ്പെടുത്ത സൂചി നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിലും വലിയ വേദനയുമുണ്ട്. അപ്പോഴും വത്സല ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പറയുകയൊക്കെ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി DMOയോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആരോഗ്യമന്ത്രി മുരളീധരൻ ആവശ്യപ്പെട്ടുള്ളത്. ശരി, എന്തായാലും റിപ്പോർട്ട് തേടുന്നതിൽ മുൻ മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടുള്ളവരാണ്, റിപ്പോർട്ട് തേടുന്ന മന്ത്രി എന്ന് ആക്ഷേപിച്ചിട്ടുള്ളവരാണ്. എന്തായാലും ആദ്യ സംഭവം ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഉണ്ടായിരിക്കുകയാണ്. അതിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.